നമസ്തേ. നമ്മൾ 16/3/2025 ഞായറാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതിനു മുമ്പൊരു പ്രത്യേക കാര്യം, ശനി മാറ്റം, ഈ മാർച്ച് 29 വരുന്ന ശനി മാറ്റത്തെക്കുറിച്ച് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ, ദോഷങ്ങൾ, ഗുണങ്ങൾ, അത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ശനി മാറ്റം നിങ്ങളെല്ലാവരും കാണുക. അത് നിങ്ങൾ അതിനകത്ത് എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ഞായറാഴ്ചത്തെ ഫലം ആണ് ഇതിൽ വരുന്നത്. 16/3/2025 ഞായറാഴ്ചത്തെ. അത് തുടർ നക്ഷത്രഫലം കിട്ടണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും സ്റ്റിക്കറാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഫലങ്ങളിലും ഞാൻ എന്താണോ രാശിക്കകത്ത് കാണുന്നത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ശനിമാറ്റത്തിലാണെങ്കിലും അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കാണുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ഒന്നും അതിശോക്തിയാക്കി കൂട്ടിച്ചേർത്തിട്ടില്ല, ഒന്നും പറയേണ്ട രീതിയിൽ നിന്ന് കുറച്ചും പറഞ്ഞിട്ടില്ല. എൻ്റെ ഗുരുക്കന്മാരും ആചാര്യന്മാരുമൊക്കെ നിർദ്ദേശിച്ച കാര്യങ്ങൾ അനുസരിച്ചും എൻ്റെ ഈ 36 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതും കൂട്ടിച്ചേർത്ത് യാഥാർത്ഥ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ അടുത്ത് രാശി വയ്ക്കാൻ വരുന്നവരുടെ അടുത്തും ഫലം ജാതകം നോക്കുന്നവരുടെ അടുത്തൊക്കെ അത് മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടുതലായിട്ട് കയറ്റാറൊന്നുമില്ല. അതുപോലെ പരിഹാര കർമ്മങ്ങൾ വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. ആവശ്യമില്ലാതെ പരിഹാരം ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കാറും ഇല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. നാമജപം ആണ് കലിയുഗത്തിൽ വളരെ പ്രധാനം എന്ന് മനസ്സിലാക്കുക. നമുക്ക് ഫലത്തിലേക്ക് വരാം. 16/3/2025 ഞായറാഴ്ച. മേടം, ധനു രാശിക്കാർക്ക് ശുഭകരമാണ്. കർക്കിടകം, ചിങ്ങം, മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇടവം, കന്നി, വൃശ്ചികം രാശിക്കാർക്ക് ദോഷമാണ്. മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഈ 4 രാശിക്കാരുടെയും കഠിന ദോഷം കുറച്ച് നാളും കൂടെ ഇങ്ങനെ തന്നെ തുടരും. എങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഫലങ്ങളിൽ വരികയും ചെയ്യും. അത് നിങ്ങൾക്കത് കേൾക്കും പറയാം. ആ ഫലങ്ങളിൽ വ്യത്യാസം എത്താലും 2 ദിവസത്തെ ഫലം കൂടെ ഒന്ന് എടുത്തു വെച്ച് നോക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാം ഓരോ ദിവസവും വരുന്നതായിട്ട്. വ്യക്തിപരമായ ഫലങ്ങൾ ലഭിക്കണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സാപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. ഇനി നമുക്ക് വിശദമായ ഫലത്തിലേക്ക് നോക്കാം. മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗമാണ് മേടൻ രാശി. മേടൻ രാശിക്കാർക്ക് പൊതുവെ ശുഭകരമാണ്. എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടു കൂടി ചെയ്ത് തീർക്കുന്നതിനായിട്ട് മേടൻ രാശിക്കാർക്ക് കഴിയും. അതുതന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം. വേണ്ടതുപോലെ ചെയ്യാൻ കഴിയുക എന്നുള്ളത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കഴിയും. മനസ്സ്, ബുദ്ധിയൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു പരിധിവരെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുദോഷം കാര്യമായിട്ടൊന്നും ബാധിക്കാത്ത ഒരു ദിവസമാണ് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ മനസ്സ് സ്വസ്ഥമായതുകൊണ്ട് ഒരു അഭിപ്രായ സ്ഥിരത ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാകും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ടും നിങ്ങൾക്ക് കഴിയും. അതേപോലെ വിദ്യാർത്ഥികൾക്ക് മേടം രാശിക്കാർക്ക് അത്ര ഗുണകരമല്ല. സുഹൃത്തുക്കളും ബന്ധുക്കളും അത്ര മേന്മയുള്ളതൊന്നുമല്ല. എടുത്തു ചാടി വാക്കുകൾ മറ്റുള്ളവർ പ്രയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തു ചാട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ, ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ചാൽ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കൂടെ കഴിയും. ദൈവാധീനമൊക്കെ ഉള്ള ഒരു ദിവസമാണ് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. സാമ്പത്തികമായ നേട്ടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരമൊക്കെ കിട്ടും. കുടുംബത്തിലാണെങ്കിലും ഒരു സമാധാനവും സന്തോഷവുമൊക്കെ ഉണ്ടാകുകയും ചെയ്യും. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. നല്ല ഉറക്കമൊക്കെ കിട്ടുന്ന ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. നല്ല ഉറക്കം കിട്ടിയാൽ തന്നെ പിറ്റേ ദിവസം ഒരുമാതിരി നല്ല ആരോഗ്യവും ഉണ്ടാകും. അതേപോലെ തൊഴിലാളികളിൽ നിന്നും നേട്ടമുണ്ടാകുന്ന ദിവസമാണ്.
സഹപ്രവർത്തകർ അനുകൂലമായിരിക്കും. പൊതുവെ എല്ലാ കാര്യത്തിലും ഒരു പരിധി വരെ മേന്മയുള്ള ദിവസമാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇടവം. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് ദോഷമായ ഒരു ദിവസമാണെന്ന്, ദോഷകരമായ ദിവസമാണ്. മനസ്സ് അസ്വസ്ഥമായി നിൽക്കുന്നത് മൂലം പല പ്രയാസങ്ങളും ഉണ്ടാകും. അപ്പോൾ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനായിട്ട് ശ്രമിക്കുക. പ്രാണായാമമോ അല്ലെങ്കിൽ ദീർഘനിശ്വാസമൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് ശ്വാസം ആവശ്യത്തിനൊക്കെ വലിച്ചെടുത്ത്, ശ്വാസം ആവശ്യത്തിന് പ്രാണവായുവിൻ്റെ ലഭ്യത ആണ് മനസ്സിനെ അസ്വസ്ഥമാക്കുക. അപ്പോൾ ആവശ്യമായ രീതിയിൽ പ്രാണവായുവൊക്കെ വലിച്ചെടുക്കാനുള്ള അതൊക്കെ ചെയ്തിട്ട് മനസ്സ് സ്വസ്ഥമാക്കിയാൽ ഇടവക്കൂറുകാർക്ക് പൊതുവേ വലിയ ദോഷം ഉണ്ടാവാതെ കഴിച്ചു കൂട്ടാം. അതേപോലെ ഈ ആസ്തമ പോലുള്ള അസുഖമുള്ളവർക്ക് അല്പം പ്രയാസമുണ്ടാക്കുന്ന ഒരു ദിവസമായിരിക്കും. അതേപോലെ മാനസിക അസ്വാസ്ഥ്യമുള്ളവർക്ക് അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അല്പം അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ് ഇടവൻ രാശിക്കാർക്ക്. അല്പം ദേഷ്യമൊക്കെ അങ്ങനെയുള്ളവർക്ക് കൂടുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഈ മാനസികമായ അസുഖമുള്ളവർക്കൊക്കെ ഒരു ദേഷ്യം കൂടുന്ന ഒരു ദിവസമാണെന്ന് മനസ്സിലാക്കിയാൽ ഇത് കേൾക്കുന്ന മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുമല്ലോ, അവർക്ക് അല്പം ദേഷ്യം കൂടുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കാനൊന്ന് ശ്രമിക്കാനായിട്ട് നമുക്ക് കഴിയും. അങ്ങനെ നല്ല ഉദ്ദേശത്തോടു കൂടി കാര്യങ്ങൾ സമാധാനപരമായി കൊണ്ടുപോകാൻ കഴിയും. അതിനാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ മാറ്റം വരുത്തിയതിൻ്റെ കാരണം കൂടെ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് വേണ്ട കരുതലോട് കൂടി കാണാനായിട്ട്, ഇടവൻ രാശിക്കാരെ കാണാനായിട്ട് മറ്റുള്ളവരും കൂടെ ശ്രദ്ധിക്കണം. ആത്മവിശ്വാസത്തോടു കൂടി അവർക്ക് ഒരു പിൻബലം കൊടുത്താൽ എല്ലാ കാര്യങ്ങളും അവർ ഭംഗിയായി ചെയ്യും. അവർക്ക് സംശയങ്ങളൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയും. അലസതയൊന്നും ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്യാൻ മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ ഇടവൻ രാശിക്കാർക്ക് കിട്ടുന്ന ഒരു സമയമാണ്. എന്നാൽ സഹോദര സ്ഥാനീയർ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഇടവൻ രാശിക്കാർക്ക് അനുഭവിക്കുന്ന ഒരു ദിവസമാണ്. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ കടബാധ്യതകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഇടവൻ രാശിക്കാർക്ക് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് അത് ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങളുള്ളവർ വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉപയോഗിക്കാനും കഴിക്കാനും ഒക്കെ ചെയ്യാതിരിക്കുക. ഉദര സംബന്ധമായ അസുഖങ്ങൾ കൂടുതലാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പൊതുവേ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമാണ്. നല്ല രീതിയിൽ വാക്കുകൾ ഇടവൻ രാശിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് അവർക്ക് ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ ഒരു അനുകൂല സ്ഥിതി ഉണ്ടാവും. അവർ മേന്മയുള്ളവരായിരിക്കുകയും ചെയ്യും. അവരുടെ പല സഹായങ്ങളും ഇടവൻ രാശിക്കാർക്ക് കിട്ടും. എന്നാൽ ധനപരമായി ചില നഷ്ടങ്ങളെ കരുതിയിരിക്കേണ്ട ദിവസമാണ്. അപ്പം അങ്ങനെയുള്ള നഷ്ടങ്ങളൊക്കെ സമയാനുകൂലം ഉണ്ടായിക്കൊള്ളും, പേടിക്കൊന്നും വേണ്ട ഇപ്പോഴത്തെ നഷ്ടം. അപ്പോൾ ചെറിയ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ അത് കുറയ്ക്കാനായിട്ട് കഴിയും. മക്കളിൽ നിന്നൊക്കെ അത്ര അനുകൂലമായൊരു സ്ഥിതി ആയിരിക്കില്ല. മറ്റുള്ളവരിൽ നിന്ന് വാക്കുകൾ മൂലം മനസ്സിന് വിഷമമുണ്ടാകുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഈ ഇടവം രാശിക്കാർക്കുണ്ട്. അത് ശ്രദ്ധിക്കണം. ഇനി അതേപോലെ തന്നെ ജീവിത പങ്കാളി ഇടവൻ രാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയില്ല. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ വാഹനമൊക്കെ എടുത്ത് വളരെ സ്പീഡിലൊക്കെ പോകുന്നതൊന്ന് ഒഴിവാക്കിയാൽ നന്നായിരിക്കും. അതേപോലെ സഹപ്രവർത്തകരിൽ നിന്ന് അത്ര അനുകൂലമായിരിക്കില്ല. എങ്കിലും മേലുദ്യോഗസ്ഥരിൽ നിന്ന് പൊതുവെ അനുകൂലമായൊരു സമീപനമുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങൾ പരിഹരിച്ചു നിർത്താനായിട്ട് കഴിയും. അലർജി സംബന്ധമായ അസുഖങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ലാത്ത ഒരു ദിവസമാണ്. കഠിനമായ ദോഷമുള്ള ദിവസമാണ്. അങ്ങനെയുള്ളവർ നന്നായി നാമം ജപിക്കുക, ഈശ്വരാരാധന ചെയ്യുക. എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. കാരണം പൊതുവേ മിഥുനം രാശിക്കാർക്ക് അശ്രദ്ധയുണ്ടാകാനും
അശ്രദ്ധ മൂലമുള്ള ഓർമ്മക്കുറവിനാൽ ചില നഷ്ടങ്ങളുണ്ടാകാനും സാധ്യതയുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് അശ്രദ്ധയില്ലാതെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും മിഥുനം രാശിക്കാർക്ക് അത്ര അനുകൂലമാകില്ല. അതുകൊണ്ട് അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത്. സുഹൃത്തുക്കളെ, വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയും എന്നുള്ളത് കൊണ്ട് കൂടെ നിൽക്കുന്നവർക്ക് ഒരു മുഷിപ്പുണ്ടാകാത്ത രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ മിഥുനം രാശിക്കാർക്ക് കഴിയും. എങ്കിലും സഹപ്രവർത്തകർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല, കൂടെ നിൽക്കുന്നവർ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല എന്ന് മനസ്സിലാക്കണം. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് മിഥുനം രാശിക്കാർക്ക് കഴിയില്ല. വിളർച്ച, അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവൊക്കെ ഉണ്ടാകും. നേത്രരോഗങ്ങളുള്ളവർക്കൊക്കെ അത്ര അനുകൂലമായ സമയമല്ല മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. അനാവശ്യമായ ചിന്തകൾ മൂലം മനസ്സ് അസ്വസ്ഥമാക്കുകയും അതുകൊണ്ട് തന്നെ പല നഷ്ടങ്ങളും ഉണ്ടാകാനും മിഥുനം രാശിക്കാർക്ക് സാധ്യതയുണ്ട്. അതേപോലെ ഈ ജലദോഷം പോലുള്ള അസുഖമുള്ളവർ, ആസ്മ പോലുള്ള അസുഖമുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ ഗർഭാശയ സംബന്ധമായ അസുഖമുള്ള സ്ത്രീകൾ, അതിൽ ചികിത്സ എടുക്കുന്നവരൊക്കെ ഒരു കരുതൽ ഈ ദിവസം നല്ലതാണ്. സഹോദര സ്ഥാനികരൊന്നും മിഥുനം രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. കടബാധ്യത വരാതിരിക്കാനായിട്ട് വളരെ ശ്രദ്ധ മിഥുനം രാശിക്കാർ കൊടുക്കണം. അതേപോലെ മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കണം. വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നുള്ളതുകൊണ്ട് അത് കുറയ്ക്കാനൊക്കെ കഴിയും, എങ്കിലും ആ സാധ്യതയെ തള്ളിക്കളയരുത്. ധനപരമായി അല്പം നഷ്ടമുണ്ടാകുന്ന ദിവസമാണ്. കുടുംബത്തിലും ഒരു സഹകരണം ലഭിക്കാത്ത ഒരു ദിവസമാണ്. കഫരോഗങ്ങളുള്ളവർക്ക് അല്പം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. ജീവിത പങ്കാളിയൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ മേഖലയിലും മിഥുനം രാശിക്കാർക്ക് പ്രയാസങ്ങളുണ്ടാവും. സഹപ്രവർത്തകരാണെങ്കിലും മേലുദ്യോഗസ്ഥരാണെങ്കിലും ഒക്കെ അനുകൂലമായിരിക്കില്ല. സ്വന്തമായി സ്ഥാപനമൊക്കെ നടത്തുന്നവർക്ക് തൊഴിലാളികളിൽ നിന്ന് തിക്താനുഭവങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് നിൽക്കാനായിട്ട് മിഥുനം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയിൽ നിന്ന് അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ മിഥുനം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സമയം അനുകൂലമല്ലാതെ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി കർക്കിടകം രാശി. കർക്കിടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് കർക്കിടകക്കാർക്ക്. മനസ്സ് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. അങ്ങനെ മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസം ആയതുകൊണ്ട് പല കാര്യങ്ങളും നേരെയാക്കിയെടുക്കാൻ കഴിയും. ചില പ്രയാസങ്ങളും തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമെങ്കിലും കാര്യങ്ങളൊക്കെ ഒരു ഭംഗിയാക്കിയെടുക്കാൻ, മനസ്സിനെ തട്ടാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് കഴിയും. എന്നാലും ഒരു അലസത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. പിത്ത സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു പ്രതിരോധ ശക്തി കുറവ് ഉണ്ടാകും. ചിലപ്പോൾ പൊള്ളലൊക്കെ വീഴാനുള്ളൊരു സാധ്യത, അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കർക്കിടകക്കൂറുകാർ. അതേപോലെ കടബാധ്യത ഉണ്ടാവാതിരിക്കാനായിട്ട് കർക്കിടകക്കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ശത്രുക്കൾ മൂലം ചില ദോഷങ്ങളും കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. ആവശ്യമില്ലാതെ പ്രയോഗിക്കുന്ന വാക്കുകൾ മൂലം ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ കർക്കിടകക്കൂറുകാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ധനപരമായി ചില നേട്ടങ്ങളൊക്കെ അവർക്കുണ്ടാകും. മക്കളിൽ നിന്ന് അനുകൂലാവസ്ഥ, ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലാവസ്ഥയൊക്കെ കർക്കിടകക്കൂറുകാർക്കുണ്ടാകും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതല്ല കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. മറ്റുള്ളവരുടെ സഹകരണങ്ങളൊന്നും തൊഴിൽ മേഖലയിൽ കിട്ടില്ല. അതിൽ കാലിന് എന്തെങ്കിലും അസുഖമൊക്കെ ഉള്ളവർ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലതാണ്. ഇനി ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗമാണ് ചിങ്ങം രാശി. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എങ്കിലും മനസ്സും ശരീരവും അസ്വസ്ഥമാകുന്ന ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര മേന്മയുണ്ടായിരിക്കില്ല, മനസ്സും അത്ര അനുകൂലമായിരിക്കില്ല. മനസ്സും ശരീരവും അനുകൂലമല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ പുറകോട്ട് പോകും. അപ്പോൾ അത് മനസ്സിലാക്കുക. മനസ്സിന് അനാവശ്യമായ ചിന്തകൾ മൂലം അസ്വസ്ഥമാകാതിരിക്കാൻ ചിങ്ങക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗമാണ് കേട്ടോ ചിങ്ങക്കൂറ്, അതവർ ശ്രദ്ധിക്കണം. അതേപോലെ ജലദോഷമൊക്കെ വരുന്നവർക്ക്, അലർജി സംബന്ധമായ അസുഖം വരുന്നവരൊക്കെ ശ്രദ്ധിക്കണം. മാനസികമായ പ്രയാസങ്ങൾ ഉള്ളവർ, അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ചിങ്ങക്കൂറുകാരൊക്കെ ആണെങ്കിൽ അവർ ഈ ദിവസം ഒരു കരുതലെടുക്കുന്നത് നല്ലതാണ്. അതേപോലെ അലർജി രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സഹോദര സ്ഥാനികരൊക്കെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമാണ്. കടബാധ്യതയൊക്കെ ഉള്ളത് ഒന്ന് കുറയ്ക്കാനായിട്ട് കഴിയും. എങ്കിലും സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എങ്കിൽ അതുകൊണ്ട് തന്നെ കയ്യിൽ എന്തെങ്കിലും വന്നാൽ അപ്പോൾ തന്നെ ഒരു കടം തീർക്കാനുള്ള, കൊടുക്കാനുള്ള ഒരു ശ്രദ്ധ ചിങ്ങൻ രാശിക്കാർ ഈ ദിവസം കാണിക്കണം. കാരണം കയ്യിലിരുന്നാൽ അത് മറ്റു പല രീതിയിൽ നഷ്ടമാകും. അതുകൊണ്ട് അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കാനായിട്ട് ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ചിങ്ങം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ടും ചിങ്ങൻ രാശിക്കാർക്ക് കഴിയും. അത് അനുകൂലമാക്കി എടുക്കുക. മക്കളിൽ നിന്നൊക്കെ മനസ്സിന് അത്ര അനുകൂലമല്ലാത്ത ചില വാക്കുകളൊക്കെ കേൾക്കേണ്ടി വരും. ധനപരമായ ചെറിയ നഷ്ടങ്ങളുണ്ടാകും. എങ്കിലും ജീവിത പങ്കാളിയുടെ പിൻബലം എല്ലാ കാര്യത്തിലും ഈ ദിവസം ലഭിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. തൊഴിലാളികളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അത് വളരെയധികം ശ്രദ്ധിക്കാം. അതേപോലെ ചിങ്ങക്കൂറുകാർ ലഹരി ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലൊക്കെ ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. അതുപോലെ കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും അവരുടെ മനസ്സ് അനുകൂലമായിരിക്കും. മനസ്സിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ അസ്വസ്ഥതയിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ കഴിയും. അത് നിരയിൽ തന്നെ കുറച്ചൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. അതേപോലെ ശരീരവും കന്നിക്കൂറുകാർക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല. ആരോഗ്യം മേന്മയുള്ളതായിരിക്കും. അലസതയില്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിനായിട്ട് കഴിയും. ബുദ്ധിയും മേന്മയുള്ളതായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി, ഒരു ഉറപ്പോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. സഹോദര സ്ഥാനീയർ കന്നിക്കൂറുകാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ശരിക്കും ഈ ദിവസം ഉണ്ടാകും. കടബാധ്യത വരാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്കൊട്ടും അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമായിരിക്കില്ല. ആവശ്യമില്ലാതെ വാക്കുകൾ ഉപയോഗിച്ച് ചില പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയും കന്നിക്കൂറുകാർക്കുണ്ട്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മക്കളിൽ നിന്ന് ചില പ്രയാസങ്ങളുണ്ടാകും. കഫരോഗവും വായു സംബന്ധമായ അസുഖങ്ങളുമൊക്കെ ഉള്ളവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. തൊഴിലാളികളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. വാതരോഗമൊക്കെ ഉള്ളവർക്ക് ഒരു ശമനം അനുഭവപ്പെടും. അതിനൊക്കെ ഒരു ചികിത്സയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അനുകൂലമായൊരു ദിവസമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാം രാശി. തുലാം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ്. ഒട്ടും അനുകൂലമല്ലാതെ കുറേ ദിവസം കൂടെ തുലാം രാശിക്കാർ നടക്കേണ്ടി വരും. ചാരഫലം അനുസരിച്ച് ജാതകം വളരെ അനുകൂലമാണെങ്കിൽ മാത്രം അല്പം മേന്മയുണ്ടാകും എന്ന് മാത്രം. തുലാം രാശിക്കാരെ സംബന്ധിച്ചുള്ളവർക്ക് മറ്റുള്ളവരുടെ വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാനൊക്കെ കഴിയും. അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. അതൊഴികെ ബാക്കി കാര്യങ്ങളൊക്കെ തുലാം രാശിക്കാർക്ക് അത്ര മേന്മയുള്ളതൊന്നുമല്ല. ഒരാത്മവിശ്വാസക്കുറവ് എല്ലായിടത്തും ഉണ്ടാകും. അതേപോലെ എല്ലാ കാര്യത്തിനും ഒരു സംശയമുള്ളത് കൊണ്ട്
വേണ്ടത് വേണ്ട പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. ഒരു വിളർച്ച, പ്രതിരോധ ശക്തി കുറവ്, ക്ഷീണം, ഇതൊക്കെ തുലാം രാശിക്കാർക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ്. അതേപോലെ മനസ്സും അനുകൂലമല്ല. അലസത മൂലം പല പ്രയാസങ്ങളുണ്ടാവും. ഈ ആസ്മ പോലുള്ള അസുഖമുള്ളവർ വളരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് തുലാം രാശിക്കാർക്ക് നല്ലതാണ്. അതേപോലെ സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണെന്ന് പറഞ്ഞാലും പൂർണ്ണമായും അവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ബന്ധുക്കൾ മാത്രം അനുകൂലമല്ല. അലസത മൂലമുള്ള ഓർമ്മക്കുറവ്, ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തുലാം രാശിക്കാർക്ക് സാധ്യതയുണ്ട്. ധനപരമായി അനുകൂലമല്ല. കുടുംബത്തിലുള്ളവരിൽ നിന്നും ഒരു സഹകരണം പല കാര്യങ്ങളിലും കിട്ടിയെന്ന് വരില്ല. തൊഴിൽ മേഖലയിൽ ഒട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരാണെങ്കിലും തൊഴിലാളികളാണെങ്കിലും തൻ്റെ സഹപ്രവർത്തകരാണെങ്കിലും ഒക്കെ അനുകൂലമല്ലാത്ത ഒരു ദിവസമായിരിക്കും. ഒരു കാരണവശാലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിലോ ഒന്നും പോകാതിരിക്കാൻ തുലാം രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഇത്. വൃശ്ചികം, വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ടം. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിൽ പോലും അവർക്ക് മനസ്സ് അനുകൂലമാക്കി നിർത്താനായിട്ട് കഴിയും. അതുകൊണ്ട് കുറച്ച് മേന്മയൊക്കെ ഉണ്ടാവും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അലസതയുണ്ടാകും. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അലസതയാണ്. ഈ ദിവസം അലസതയുണ്ടാകും. സഹോദര സ്ഥാനീയരൊന്നും അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷം ഉണ്ടാകും. കടബാധ്യത ഉണ്ടാകുന്ന ഒരു ദോഷമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചില അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ആവശ്യമില്ലാതെ കലഹങ്ങളുണ്ടാവാം, അതും കൂടെ ഓർത്ത് വച്ചേക്കുക. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അത്ര അനുകൂലമൊന്നുമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. ധനപരമായി ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും. വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതിൻ്റെ ചില നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല വൃശ്ചികക്കൂറുകാർക്ക് അനുകൂലമല്ല. സഹപ്രവർത്തകരും അതേപോലെ തൊഴിലാളികളിൽ നിന്നൊന്നും അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാവും. മേലുദ്യോഗസ്ഥരിൽ നിന്നും തിക്താനുഭവങ്ങളുണ്ടാവും തൊഴിൽ മേഖലയിൽ. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവർ, അതേപോലെ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം ചില അലർജി മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൃശ്ചിക രാശിക്കാർക്കെന്ന് മനസ്സിലാക്കുക. ധനു, മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം. ധനുക്കൂറുകാർക്ക് മേന്മയുള്ള ഒരു ദിവസമാണ്. വലിയ ദോഷമില്ലാത്തൊരു ദിവസമാണ്. മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായിരിക്കുന്ന ദിവസമാണ്. അലസതയൊന്നുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. എന്ത് കാര്യവും വേണ്ട സമയത്ത് തീർക്കാനായിട്ട് കഴിയും. മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. മേലുദ്യോഗസ്ഥരിൽ നിന്നും പല കാര്യങ്ങളിലും അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. എന്നാൽ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത വരാനുള്ളൊരു സാധ്യത ധനുക്കൂറുകാർക്കുള്ളത് കൊണ്ട് ബിസിനസ്സുകാരൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ദൈവാധീനം വളരെ കുറഞ്ഞ ഒരു ദിവസമാണ് ധനുരാശിക്കാർക്ക്. കാര്യം പൊതുവെ അനുകൂലമാണെങ്കിലും ദൈവാധീനത്തിൻ്റെ കുറവ് അവരെ ശരിക്കും ബാധിക്കും. ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായൊരവസ്ഥയുണ്ടാവും. തൊഴിൽ മേഖല അനുകൂലമായിരിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര മേന്മയുണ്ടെന്ന് പറയാൻ കഴിയില്ല. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും ധനുരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശി. മകരം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് അസ്വസ്ഥമാകും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സ് അസ്വസ്ഥമാകും. അതുണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ആസ്തമ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മാനസിക പ്രയാസങ്ങൾക്കൊക്കെ ചികിത്സ എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവരും വളരെയധികം ശ്രദ്ധിക്കണം. മൂത്രാശയ സംബന്ധമായ അസുഖമുള്ളവരും ശ്രദ്ധിക്കുക. പൊതുവെ ഒരാത്മവിശ്വാസക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയമാണ്. അലസത ആയിരിക്കും മകരം രാശിക്കാർക്ക് പ്രധാനമായിട്ടും ഉണ്ടാകുക.
സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷം മകരം രാശിക്കാർക്ക് കാര്യമായി ബാധിക്കുന്ന ദിവസമൊന്നുമല്ല. കടമൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചാൽ നടക്കും. അതിൽ സാമ്പത്തികമായ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ടും കഴിയും. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും മേന്മയുള്ളവരല്ല. വാക്കുകൾ എടുത്ത് ചാടി ഒന്നും ഉപയോഗിക്കാതിരിക്കാനായിട്ട് മകരം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. അതുപോലെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടാവും. ഒരു സഹകരണം ആരുടെയും കിട്ടില്ല. മേലുദ്യോഗസ്ഥരുടെ കിട്ടില്ല, സഹപ്രവർത്തകർ കിട്ടില്ല, സ്വന്തമായിട്ട് സ്ഥാപനം നടത്തുന്നവരാണെങ്കിൽ തൊഴിലാളികളുടെ കിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഏകാഗ്രത കുറവ് മകരം രാശിക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ്, അത് ശ്രദ്ധിക്കുക. ഇനി കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. കുംഭക്കൂറുകാർക്ക് ദോഷകരമായ കഠിന ദോഷമുള്ള ഒരു ദിവസമാണ്. അലസത മൂലം പല കാര്യങ്ങളും മാറ്റിവെക്കുന്ന ഒരു ദിവസമാണ്. അതുപോലെ സ്വന്തം കഴിവിലൊരു വിശ്വാസമില്ലായ്മ മൂലം അതെനിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വെച്ച് മാറ്റിവെക്കും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. മനസ്സ് അസ്വസ്ഥമായിരിക്കും. ജലദോഷം, അതേപോലെ ഉദര സംബന്ധമായ അസുഖങ്ങളൊക്കെ കുംഭരാശിക്കാരെ അലട്ടും. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാവും. കടബാധ്യത ഉണ്ടാകാനുള്ളൊരു കാര്യമുണ്ടാകും. അതേപോലെ മറ്റുള്ളവരുമായി വെറുതെ ആവശ്യമില്ലാതെ കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പൊതുവേ അനുകൂലമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ കുംഭരാശിക്കാർക്ക് അനുകൂലമായിരിക്കും. വാക്കുകൾ ഭംഗിയായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കുറച്ചുകൂടെ നേട്ടമുണ്ടാക്കാനായിട്ട് കഴിയും. ധനപരമായ കാര്യങ്ങൾ അത്ര മേന്മയുള്ളതല്ല. മക്കളിൽ നിന്ന് ഒരു പ്രയാസകരമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ പ്രയാസങ്ങളുണ്ടാവും. അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം കുംഭക്കൂറുകാരൊന്ന് ശ്രദ്ധിക്കുക. വാതരോഗമുള്ളവർക്ക് അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല ഇത്. ഇനി മീനം രാശി, പുരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ഒട്ടും അനുകൂലമല്ല, കഠിന ദോഷമാണ്. ജീവിത പങ്കാളിൽ നിന്നുള്ള ഒരു മേന്മയൊഴികെ ബാക്കി എല്ലാ കാര്യത്തിലും അസ്വസ്ഥമാണ്. ദൈവാധീനം വളരെ കുറഞ്ഞൊരു ദിവസമായതുകൊണ്ട് കുറച്ച് കൂടുതൽ സമയം മീനം രാശിക്കാർ നാമം ജപിക്കുക. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ മാത്രമേ മറ്റുള്ളവരോട് ഉപയോഗിക്കാവൂ. ഇത് വളരെ ശ്രദ്ധിക്കുക. പരമാവധി വാക്കുകൾ ഉപയോഗിക്കാതെ മിണ്ടാതെ നിന്ന് ചിരിച്ചുകൊണ്ടോ ഒക്കെ നിൽക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും മനപ്രയാസകരമായ വാക്കുകളാണ് ഉണ്ടാകുന്നത് മറ്റുള്ളവരിൽ നിന്നെങ്കിൽ അത് കേട്ടില്ലെന്ന് നടിച്ച് മറ്റൊരു വശത്തേക്ക് മാറിപ്പോകാനായിട്ട് പ്രത്യേകം മീനരാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ആത്മവിശ്വാസക്കുറവും തളർച്ചയും ക്ഷീണവുമൊക്കെ ഇവരെ ബാധിക്കും. ആരോഗ്യക്കുറവ് ഉണ്ടാകും. മനസ്സിനും അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല. എങ്കിലും പൊതുവെ മനസ്സ് ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ അത് നടക്കുന്ന ദിവസം കൂടെയാണ്. സഹോദര സ്ഥാനീയരൊന്നും അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യതയ്ക്കുള്ള സാധ്യതയുണ്ട്. അതേപോലെ അപകടങ്ങൾ, മറ്റുള്ളവരുമായിട്ട് ആവശ്യമില്ലാത്ത കലഹങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയില്ല. വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ അനുകൂലമല്ല. ഈ ഞരമ്പുകളുമായി ബന്ധപ്പെട്ട അസുഖമുള്ളവർ ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കഫ സംബന്ധമായ അസുഖമുള്ളവർക്ക് അനുകൂലമല്ല. കേസുകളൊക്കെ നടത്തുന്നവർക്ക് പരാജയ സാധ്യത കാണണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമാണ്. തൊഴിൽ മേഖല ഒട്ടും അനുകൂലമല്ല. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സ്വന്തമായി ബിസിനസ് ചെയ്യുകയാണെങ്കിൽ തൊഴിലാളികളിൽ നിന്നും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിയിട്ട് മീനരാശിക്കാർ മുന്നോട്ട് പോകണം. അതേപോലെ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കുക. ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് ചെല്ലാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച്, വീട്ടിലേക്കാണെങ്കിലും തൊഴിലിടത്തേക്കാണെങ്കിലും ചെല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് പൊതുവേ മിഥുനം, തുലാം, കുംഭം, മീനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഈ കഠിന ദോഷം പറഞ്ഞവർ ഈ മദ്യമൊക്കെ കഴിക്കുകയും എന്നിട്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് നിന്ന് കൂട്ടുകൂടി പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. വീട്ടിലേക്കാണെങ്കിലും ഈ ലഹരിയൊക്കെ ഉപയോഗിച്ചിട്ട് ചെന്നിട്ട് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതിരിക്കുക. വെറുതെ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ പരമാവധി ഒഴിവാക്കുക. അതൊന്നും നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതല്ല. സർക്കാരിന് ഗുണം ചെയ്യുമായിരിക്കും.
പക്ഷെ നിങ്ങൾക്ക് ഗുണം ചെയ്യില്ല, നിങ്ങളുടെ കുടുംബത്തിന് ഗുണം ചെയ്യില്ല, നിങ്ങളുടെ ചുറ്റുപാടുള്ളവർക്ക് ഗുണം ചെയ്യില്ല എന്ന് മനസ്സിലാക്കി ഇവരെയൊക്കെ ദുരിതത്തിലാക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഈ ദോഷം പറഞ്ഞിട്ടുള്ള 4 രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരെയും ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.